ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂന്തൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു ഇത് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടേക്കാമെന്ന്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണിത് ക്ലീൻ ചെയ്യുന്നതെന്ന്. ഇതിന് കൂന്തൽ എന്നും കണവ എന്നും ഒക്കെ പറയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കാണുന്ന സ്കിന്ന് കണ്ടോ, അത് വളരെ ലോലമായിട്ടുള്ളൊരു സ്കിന്നാണ്. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊളിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിനെ കടലിലെ പേന എന്നും മഷിക്കുപ്പി എന്നും ഒക്കെ പറയും. വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, നല്ല ബ്ലാക്ക് കളറ്, അതുകൊണ്ടാണ് മഷി എന്ന് പറയുന്നത്. അതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് വലിച്ചെടുക്കുന്നൊരു സാധനമുണ്ട്, അത് കണ്ടോ, ഒരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നു. ഇതുകൊണ്ടാണ് അതിനെ പേന എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പേനയെന്നും മഷിക്കുപ്പി എന്നൊക്കെ പറയുന്നത് പറഞ്ഞു വരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ അതിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ പൊളിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പൈപ്പിൻ്റെ ചുവട്ടിൽ പിടിച്ച് ഇപ്പോൾ നമ്മൾ പുറമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഇനി ഇതിൻ്റെ അകം നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ കാണിച്ച് നമുക്ക് കളയാവുന്നതേ ഉള്ളൂ. കണ്ടോ, നല്ല വെള്ള കളറായിട്ടിരിക്കുന്ന നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്കിതിനെ ഒരു കത്രികയോ കത്തിയൊക്കെ ഉപയോഗിച്ച് നമുക്കതിനെ റിങ്ങായിട്ട് കട്ട് ചെയ്തെടുക്കാം. റിങ്ങായിട്ട് കട്ട് ചെയ്തെടുത്താലേ നമ്മൾ ഇപ്പോൾ റോസ്റ്റ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കങ്ങനെ റിങ്ങായിട്ട് കട്ട് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത് ഒത്തിരി തിക്കായിട്ട് വേണ്ട, തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കൂടെ കഴുകിയെടുക്കാം. ഒന്നും കൂടെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനൊരു ഉളുമ്പോ ഒന്നും ഉണ്ടാകത്തില്ല. നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും അതുപോലെ തന്നെ അല്പം നാരങ്ങ നീരും കൂടെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഒരു അരിപ്പ പാത്രവും കൂടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ടിട്ട് പെട്ടെന്ന് കഴുകിയെടുക്കാം. ഇല്ലെങ്കിൽ ഇത് വെള്ളത്തിലിങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് വാരിയെടുക്കാനൊക്കെ ഭയങ്കര ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് അങ്ങനെ അരിപ്പ പാത്രത്തിലോട്ടൊക്കെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ തോർന്ന് കിട്ടും. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങാൻ ശ്രമിക്കുക. എവിടെയെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ കൂന്തൽ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിനെ റോസ്റ്റ് ചെയ്ത് കഴിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്.